വെള്ളമുണ്ട അരുംകൊലയുടെ ചുരുളഴിച്ച് പോലീസ്. ഉത്തർപ്രദേശ് സഹറാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ആരിഫ്, ഭാര്യ സൈനബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ സുഹൃത്തും സഹറാൻപൂർ സ്വദേശിയുമായ മുക്കീബ് അഹമ്മദാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഭാര്യയുമായി മുക്കീബിന് ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് അരും കൊലപാതകത്തിന് ശേഷം മൃതദേഹം വെട്ടിനുറുക്കി വിവിധ സ്യൂട്ട് കേസുകളിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. വയനാട്ടിൽ നിന്ന് സൂർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇന്നലെ രാത്രിയിലാണ് വയനാട് വെള്ളമുണ്ടയിൽ നിന്ന് ഈ അരുംകൊലയുടെ വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ കൊല്ലപ്പെട്ട മുക്കീം അഹമ്മദും ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ ആരിഫ് മുഹമ്മദും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ച് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അതായത് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പെയിന്റിംഗ് ജോലി ഒരുമിച്ച് ചെയ്തിരുന്ന ആളുകളാണ്. 10 വർഷമായി ഇവർ പല ഘട്ടങ്ങളിലായി ഇവിടെയുണ്ട്. സഹറാൻപൂർ, അതായത് ഉത്തർപ്രദേശിലെ സഹറാൻപൂർ സ്വദേശികളാണ് ഇവർ. ഇതിനുശേഷം ഈ 7 മാസം മുമ്പാണ് ഭാര്യയുമായി വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സിൽ ആരിഫ് താമസം തുടങ്ങുന്നത്. ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു മുഖീം എന്ന് പറയുന്ന അയാൾ. അതിലെ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ ഭാര്യയുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നുള്ള തരത്തിലാണ് ആ ഒരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് മുഖീമിനെ ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. ഇയാൾ വിളിച്ചു വരുത്തിയ ശേഷം ഭാര്യയും ഈ ഭാര്യയായിട്ടുള്ള സൈനബും ഒപ്പം തന്നെ ഈ മുഖീമും സംസാരിച്ചിരിക്കുമ്പോൾ പിറകിലൂടെ എത്തി ഈ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഇയാൾ ഈ മൃതദേഹം അറുക്കാൻ തുടങ്ങുന്നത്. അതായത് വിവിധ കഷ്ണങ്ങളാക്കുകയായിരുന്നു. ഇതിനായി പുതിയൊരു കത്തിയും വാങ്ങിയിരുന്നു. ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഭാര്യ സൈനബാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കൊലയ്ക്ക് ശേഷം മൃതദേഹം മാലിന്യം എന്നുള്ള നിലയിൽ 2 ബാഗുകളിലാക്കി ഇത് നേരെ കൊണ്ടുപോകുന്നത് അടുത്ത ഒരു പ്രദേശത്തേക്കാണ്. ക്വാർട്ടേഴ്സിന്റെ 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്തേക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മാലിന്യം എന്നുള്ള നിലയിൽ ഇത് 2 മേഖലകളിലേക്കായി വലിച്ചെറിഞ്ഞു. അതായത് ഈ പാലത്തിനടുത്ത് തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ വിവരം ഓട്ടോ ഉടമയോട് അറിയിക്കുന്നത്. ഇത് അനുസരിച്ച് വെള്ളമുണ്ട സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇതിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഴുതടച്ച അന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. തൊണ്ടർനാട് പോലീസും വെള്ളമുണ്ട പോലീസും സംയുക്തമായാണ് ഈ കേസ് അന്വേഷിച്ചത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒരു മനുഷ്യനെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിലുള്ള അരും കൊലയുടെ ചുരുളാണ് വയനാട്ടിലെ പോലീസ് അയച്ചത്.